മനുഷ്യരാശിയുടെ മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണം ഒരു മുറിയിൽ കുറച്ചു നേരം തനിയെ ഒറ്റയ്ക്കിരിക്കാൻ കഴിയാത്തതാണെന്ന് ബ്ലെയ്സ് പാസ്കൽ എന്ന ഒരു ശാസ്ത്രജ്ഞനും കത്തോലിക്ക പ്രീസ്റ്റുമായ അദ്ദേഹം 16-ാം നൂറ്റാണ്ടിലാണ് പറഞ്ഞത്. ഇത് തന്നെ വെർജീനിയ യൂണിവേഴ്സിറ്റിയിലൊരു ഗവേഷണവും ചെയ്തിട്ടുണ്ട്. വെർജീനിയ യൂണിവേഴ്സിറ്റിയിലെ ഒരു 10-20 പുരുഷന്മാരെയും 10-20 സ്ത്രീകളെയും ഒരു 20 മിനിറ്റ് നേരത്തേക്ക് ഒരു റൂമിൽ വാച്ച് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അവർ ലോകവുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും മാറ്റിയതിനു ശേഷം അവർ റൂമിനകത്തിരുത്തി. ആകെ അവർക്കുള്ള ഒരു ഇലക്ട്രിക് സ്വിച്ച് മാത്രം കൊടുത്തു. അത് അടിച്ചാൽ ഷോക്ക് അടിക്കുകയും ചെയ്യും. ഈ ഒരു പരീക്ഷണം 20 മിനിറ്റ് ആവർത്തിച്ചപ്പോൾ തന്നെ ഏകദേശം പുരുഷന്മാരിൽ ഒരു 70%, സ്ത്രീകളിൽ ഒരു 25% ആ ഇലക്ട്രിക് സ്വിച്ച് പോലും 20 മിനിറ്റിനകത്ത് അടിക്കും. ഒന്നും ചെയ്യാതിരിക്കുക എന്ന് വെച്ചാൽ മനുഷ്യർക്ക് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. വെറുതെ ഇരിക്കുവാൻ കഴിയുന്ന ഒരാളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ വിജയാളിയാവുന്നത്. കാര്യമെന്ന് വെച്ചാൽ നമ്മൾക്ക് ഏകാന്തമായിട്ടാണ് നമ്മൾ ജനിക്കുന്ന ഒറ്റയ്ക്കാണ്, മരിക്കുന്ന ഒറ്റയ്ക്കാണ്, ഇടയ്ക്ക് കുറച്ചുപേരുടെ കൂടെ സഹവർത്തിത്വം. നമ്മൾ ഏറ്റവും നമ്മളുമായിട്ട് പീസ് വിത്ത് ഗോഡം എന്നൊക്കെ പറഞ്ഞ് വില്ലി ഗ്രഹാമിൻ്റെ ബുക്കുകളുണ്ട്. നമ്മളോട് തന്നെ ഏറ്റവും പീസ്ഫുൾ ആയിരിക്കുന്ന മനുഷ്യർക്ക് മാത്രമേ ലോകത്തെ നന്നാക്കാൻ ഒക്കത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമുക്ക് ഒറ്റയ്ക്കിരിക്കുവാനുള്ള കഴിവ് നമ്മൾ നേടിയെടുക്കണം. അത് ചിലപ്പോൾ 40 ദിവസത്തെ ഫാസ്റ്റിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പല മതങ്ങളിലും വെക്കുന്നതിൻ്റെ കാരണം തന്നെ ഫാസ്റ്റിങ്ങും ഒക്കെ വരുമ്പോൾ നമ്മളൊന്ന് ഏകാന്തമാവും. അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഫാസ്റ്റിംഗ്, ചൊവ്വാഴ്ച ഫാസ്റ്റിംഗ് ഇങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് നമ്മുടെ ശരീരത്തെയൊക്കെ ഡിസിപ്ലിൻ ചെയ്യാനും ഒറ്റയ്ക്കിരിക്കാനും ഒക്കെയുള്ള കഴിവ് ആർജിച്ചെടുക്കുക. ബ്ലെയ്സ് പാസ്കലിൻ്റെ ഈ വാക്കുകൾ വളരെ പ്രാധാന്യത്തോടെ നമ്മൾ ഓരോരുത്തരും കരുതണം. നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ എന്തെങ്കിലും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക എന്ന് മാത്രം നമ്മൾ വിചാരിക്കുമ്പോൾ അതൊരു മുറുക്കം നിറഞ്ഞ ഒരു ശരീരത്തിനും മനസ്സിനുമൊക്കെ ഭാവങ്ങൾ കൊടുക്കുന്നതാണ്. എപ്പോഴും എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിന് ഒരു അർത്ഥമില്ല എന്ന് തോന്നുക, എപ്പോഴും നമ്മൾ വലിഞ്ഞു മുറുകിയ ഒരു സ്ട്രിങ് പോലെ ഇരിക്കുക എന്നെല്ലാം വിട്ട്, പ്രത്യേകിച്ച് നമ്മൾ 7 ദിവസം ഒരാഴ്ച കിട്ടുകയാണെങ്കിൽ ഒരു ദിവസം ഇങ്ങനെ നമ്മുടെ റിലാക്സേഷന് വേണ്ടി ധ്യാനമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരു അയവൊക്കെ സംഭവിക്കും. നമ്മൾ ഒറ്റയ്ക്കിരിക്കാനുള്ള കഴിവ് സംഭവിക്കും. എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് മനസ്സിനൊരു ഉറപ്പില്ലാത്ത രീതിയിൽ ചാടി നടക്കുമ്പോൾ ഇത് ജീവിതത്തിൽ ഒത്തിരി കുഴപ്പങ്ങൾക്ക് ഇടയാകും. ഇങ്ങനെ വിശ്രമമില്ലാതെ വർക്ക് ചെയ്യുന്ന മനുഷ്യരാണ് ജീവിതത്തിൽ ഒത്തിരി കുഴപ്പങ്ങൾക്ക് കാരണങ്ങളുണ്ടാക്കുന്നത്. ഇതിങ്ങനെ നമ്മളൊരു ഫിലോസഫി തന്നെ നമ്മളിപ്പോൾ ഈ ലോകത്തിൽ ഇപ്പോൾ ഉണ്ട്. പലപ്പോഴും ഒറ്റയ്ക്കിരിക്കാനും കുറച്ചു നേരം ധ്യാനാത്മകമായിട്ട് നമ്മളെ ഇഷ്ടപ്പെടുവാനും നമ്മളിലുള്ള കുറവുള്ള കുറ്റങ്ങൾ, സ്ട്രെങ്ത്, വീക്ക്നസ്, ഓപ്പർച്യൂണിറ്റി, ത്രെട്ട് ഇവയെക്കുറിച്ചൊക്കെ ധ്യാനാത്മകമായിട്ട് ചിന്തിക്കാനും ഒക്കെ സമയമെടുക്കുന്ന ഒരു തെറ്റല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാത്രമാണ് കൂടുതൽ മൂർച്ചയോടുകൂടി നമുക്ക് കൂടുതൽ സമൂഹത്തിലേക്ക് ഇറങ്ങി കൂടുതൽ ക്രിയാത്മകമായിട്ട് കാര്യങ്ങളുണ്ട്. ആയുധത്തിന് മൂർച്ചയില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ വെട്ടിയാൽ മുറിയുകയില്ല. അതുപോലെ ജീവിതത്തിൽ നമ്മൾ ഏകാന്തമായിട്ടിരിക്കാനും നമ്മുടെ ജീവിതത്തിൻ്റെ സ്ട്രെങ്സ്, വീക്ക്നസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെട്ട് ഇങ്ങനെയുള്ള എല്ലാത്തിനെക്കുറിച്ച് കൂലക്ഷണമായി ചിന്തിക്കും. നമ്മൾ ചുറ്റിലിരിക്കുന്ന ആൾക്കാരെക്കുറിച്ച് ചിന്തിക്കാനും ഒക്കെ ഒരു സമയമെടുത്ത് ദൈവികമായ കാര്യങ്ങൾ, പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ധ്യാനാത്മകമായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴാണ്. മെഡിറ്റേഷൻ ഈസ് മെഡിസിൻ എന്നാണ് പറയുന്നത്. ഇങ്ങനെ ജീവിക്കാൻ ഓരോരുത്തരും പ്രാപ്തരാകട്ടെ എന്ന് മാത്രം ഈ വീഡിയോയിൽ നിന്ന് ബോധിപ്പിക്കുന്നു. ബ്ലെയ്സ് പാസ്കലിൻ്റെ വാക്ക്